സോഷ്യൽ മീഡിയ ഇസ് നോട്ട് ഫ്രീ. അത് നിങ്ങളുടെ ലൈഫിൽ മോസ്റ്റ് എക്സ്പെൻസീവ് ആയിട്ടുള്ള അഡിക്ഷനാണ്. ആ വീഡിയോൻ്റെ അവസാനം വരെ കാണുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയെന്ന് മനസ്സിലാവും. അസ്സലാമു അലൈക്കും, ഞാൻ ആദിൽ ആൻഡ് ദിസ് ഇസ് ഡീപ് വർക്ക് ബൈ കാൽ ന്യൂപോർട്ട്. റൂൾ 3 and 4. റൂൾ 3, ക്വിറ്റ് സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ നമ്മൾ എപ്പോഴും ഒരു ധാരണയുണ്ട്, അത് ഫ്രീ ആണെന്നുള്ളൊരു ധാരണയുണ്ട്. പക്ഷെ അതൊരിക്കലും ഫ്രീ അല്ല. നമ്മുടെ എനർജി, നമ്മുടെ ടൈം, ഇതെല്ലാം നമ്മൾ ഓരോ ദിവസം ഡ്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം സോഷ്യൽ മീഡിയ നമ്മൾ പൈസ അല്ല അവിടെ കൊടുക്കുന്നത്, നമ്മുടെ ടൈം ആൻഡ് അറ്റൻഷൻ. ആൻഡ് അത് പൈസ കൊടുത്ത് മേടിക്കുന്ന ആരാണ്? ദ അഡ്വർടൈസർ. അതായത് ഏത് സാധനമാണ് അവർക്ക് അഡ്വർടൈസ് ചെയ്യേണ്ട ആ കമ്പനിയാണ് നമ്മുടെ അറ്റൻഷനും ടൈമും പൈസ കൊടുത്ത് മേടിക്കുന്നത്. നമ്മുടെ അറ്റൻഷൻ ഇസ് ഈക്വൽ ടു കറൻസി, ദ മണി. ഇതേപോലെ സോഷ്യൽ മീഡിയനെ കൺസേൺ ചെയ്ത് കുറേ തെറ്റിദ്ധാരണകളുണ്ട്. അതിലൊരെണ്ണമാണ് FOMO, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട്. സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ കുറച്ചാൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്കൊരു ധാരണ ഉണ്ട്. എന്താണ്, കുറേയൊക്കെ നമ്മൾ മിസ് ഔട്ട് ചെയ്യും, കുറേയൊക്കെ അറിയാണ്ട് പോകും. ലൈക്ക് പുതിയ ട്രെൻഡുകൾ, പുതിയ അപവാദങ്ങൾ, പുതിയ പുതിയ ഗോസിപ്പുകൾ, അതെല്ലാം. പക്ഷേ ഇതൊക്കെ അറിഞ്ഞില്ലെങ്കിൽ എന്താണ്, നമുക്ക് ഇവിടെ ജീവിക്കാൻ അർഹതയില്ല എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോഴത്തെ ആൾക്കാർ. അത് ടോട്ടൽ ഫക്ടപ്പായിട്ടുള്ള സിറ്റുവേഷനാണ് ആക്കുക. നമ്മുടെ വേസ്റ്റ് ചെയ്യുന്ന ടൈമിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഷോവാണ്. നമ്മൾ ഭയങ്കരമായിട്ട് അതിനെ ഓവർ റേറ്റഡ് ആയിട്ട് കാണുന്നുണ്ട് ഈ കണ്ടന്റ്. ഇതിനൊക്കെ ശരിക്കും നമ്മൾ ഇഷ്ടംപോലെ ടൈം വേസ്റ്റ് ചെയ്യണത് നമ്മൾ അറിയണില്ല, ഒട്ടും അറിയണില്ല. യുവർ ലൈഫ് ഇസ് എ പ്രൊഡക്റ്റ്. ഇത് ആരാ പറഞ്ഞാന്ന് ഞാൻ മറന്നുപോയി. ഒരാൾ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു ആർ നോട്ട് പേയിങ് ഫോർ ദ പ്രൊഡക്റ്റ്, യു ആർ ദ പ്രൊഡക്റ്റ്. എന്ന് വെച്ചാൽ നിങ്ങളൊരു സാധനത്തിന് നിങ്ങൾ പൈസ കൊടുക്കണില്ലെങ്കിൽ നിങ്ങളാണ് അവിടുത്തെ പ്രൊഡക്റ്റ്. അതായത് നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെ. നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ അവിടെ നിങ്ങളുടെ ടൈമാണ് പ്രൊഡക്റ്റ്. അത് മേടിക്കാൻ ആൾക്കാരുണ്ട്. ആരാണ്? അഡ്വർടൈസേഴ്സ്. അതങ്ങനെയാണ്. നമ്മൾ ഏതൊരു പ്ലാറ്റ്ഫോം എടുത്ത് നമ്മൾ ഒരു സോഷ്യൽ മീഡിയ എന്നുള്ള ആ ഒരു പ്ലാറ്റ്ഫോം ഒന്ന് മാറ്റി ചിന്തിച്ചിട്ട് ഒരു അഡ്വർടൈസിങ് ഏജൻസിയാണ് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു രൂപമാണ് അതിൽ കിട്ടാൻ പോകുന്നത്. ആലോചിച്ച് നോക്കി, ഇല്യൂഷൻ ഓഫ് കണക്ഷൻ. ഇതൊരു സംഭവമാണ്. അതായത് നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ റീൽസൊക്കെ വെച്ചിട്ട് ആൾക്കാരായിട്ട് ഇങ്ങനെ ബന്ധമുണ്ടെന്നൊക്കെ പറയാനായിട്ട് ബന്ധമുണ്ടല്ല, ഒരുമാതിരി അലമ്പ് ഏർപ്പാടാണ് അത്. എന്നെയും ചിലവരൊക്കെ ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ കുറേ നാൾ റീലാക്കാണ്ടാവുമ്പോൾ എന്താണ് അതിൽ ജീവനോട് ഉണ്ട്, അത് റീലൊന്നും ആയിട്ടുള്ള കുറച്ചാളായിട്ട്. അത് നമുക്ക് നേരിട്ട് കണ്ട് ഉണ്ടാക്കുന്ന ബന്ധങ്ങളും സോഷ്യൽ മീഡിയയിലുള്ള ബന്ധങ്ങളും കമ്പയർ ചെയ്യാനേ പറ്റൂല. നേരിട്ട് കാണുമ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് അനദർ ഫീലിംഗ്, വേറൊരു വൈബാണ് ആക്കുക. ഈ ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും അവരുടെ കൂടെ നിന്നുണ്ടാണ് ബന്ധം. സംതിങ് മാൻ. അതൊന്നും സോഷ്യൽ മീഡിയയിൽ കമ്പയർ ചെയ്യാനേ പറ്റൂല, സത്യമായിട്ട്. അത് പറയാണ്ട് ഇപ്പം നമുക്ക് അറിയാം, എന്നാലും സംതിങ് എൽസ്. സോ ഇഫ് യു കാൺ ക്വിറ്റ്, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ക്വിറ്റ് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ ദെൻ യു ആർ നോട്ട് ഫ്രീ. നിങ്ങൾ ഫ്രീ അല്ല, നിങ്ങൾക്ക് ഫ്രീഡം ഇല്ല. നിങ്ങൾ ശരിക്കും ഒരു ചങ്ങലൊക്കെ ഇട്ട് നിർത്തിയേക്കുന്ന പോലെയാണ് സോഷ്യൽ മീഡിയ. നിങ്ങൾക്ക് അഡിക്ഷൻ അത്രക്കാണെങ്കിൽ യു ആർ നോട്ട് ഫ്രീ ഫ്രം ദിസ് വേൾഡ്. ആൻഡ് റൂൾ 4, ഡ്രെയിൻ ദ ഷാലോ. എന്ന് വെച്ചാൽ എല്ലാ വർക്കും സത്യം പറഞ്ഞാൽ ഒരേപോലെ അല്ല. ചില വർക്ക്സൊക്കെ നമ്മളെ ജീവിതത്തിന് മുന്നോട്ട് കൊണ്ടുപോകും. എന്തൊക്കെയാണ്? ഡീപ്പ് വർക്ക്. ചില കാര്യങ്ങളൊക്കെ, ചില പണികളൊക്കെ നമ്മളെ ബിസി ആക്കി വെക്കും, പക്ഷെ പ്രോഗ്രസ് ഉണ്ടാവില്ല. അതാണ് ഷാലോ വർക്ക്. സോ സത്യം പറഞ്ഞാൽ ഷാലോ വർക്ക് നമുക്ക് അവോയ്ഡ് ചെയ്യാനും പറ്റാത്തത് കൂടെ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഡീപ്പ് വർക്ക് എന്ന് വെച്ചാൽ എന്തൊക്കെയാണ്? ഈ ലേണിങ് കോംപ്ലക്സ് സ്കിൽസ്, പ്രോബ്ലം സോൾവിങ്, ബിൽഡിങ് വാല്യൂസ്, അങ്ങനെ. ഷാലോ വർക്ക്സ് എന്ന് വെച്ചാൽ എന്താണ്? ടെക്സ്റ്റിങ്, അല്ലെങ്കിൽ ചെക്കിങ് ദ ഇമെയിൽ, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള റിപ്പോർട്ട്സ് ഒക്കെ ശരിയാക്കുക എന്നുള്ളത്. അപ്പം അതും സത്യം പറഞ്ഞാൽ ഒഴിവാക്കാൻ പറ്റൂല. പക്ഷെ നമ്മുടെ പറയുന്നത് എന്താണ്? ഷാലോ വർക്ക്സിന് അത്രമാത്രം ടൈം അതിന് സ്പെൻഡ് ചെയ്യരുത്. അത്രയും ടൈം അതിലേക്ക്, അതായത് ഇപ്പോൾ ഒരു ഇമെയിൽ ചെക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ എല്ലാ 10 മിനിറ്റ് കൂടുമ്പോഴും ഇമെയിൽ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ദിവസത്തിൽ 2 വട്ടം മാത്രം ചെക്ക് ചെയ്യുക എന്നുള്ളൊരു ആ ഒരു കോൺസെപ്റ്റ് മാത്രം വെക്കുക. സോ ഈ ടോപ്പിക്കോടെ ഡീപ്പ് വർക്ക് എന്ന് പറഞ്ഞ ബുക്ക് കംപ്ലീറ്റ്
ഈ ബുക്ക് കുറേ പേര് റെക്കമെൻഡേഷൻസ് ഒന്നും ചോദിച്ചിട്ടൊന്നുമില്ല, ഒറ്റയാണ് ചോദിച്ചിട്ടുള്ളൂ. സോ ഇൻഷാല്ലാ ഇതേപോലെ വേറെ ബുക്സ് റെക്കമെൻഡേഷൻസ് ഉണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ചെയ്യാം. സോ until then, I'm building something bigger. Stick around. Assalamu alaikum.